സ്റ്റുഡൻസ് അടുത്ത ടോപ്പിക് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് SPMലെ 4th ചാപ്റ്റർ റിസ്ക് മാനേജ്മെന്റ് അകത്ത് സെക്കൻഡ് യൂണിറ്റും കൂടി നമുക്ക് പെൻഡിങ് ഉള്ളൂ. ആ ഒരു സെക്കൻഡ് യൂണിറ്റിന്റെ അകത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് വാല്യൂ അറ്റ് റിസ്ക് എന്നുള്ളത്. ഓക്കെ, സോ പേജ് നമ്പർ 215 നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ ആ കോൺസെപ്റ്റ് വരുന്നത് വാല്യൂ അറ്റ് റിസ്ക്. ആക്ച്വലി ഇത് SFMലെ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് വാല്യൂ അറ്റ് റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ എന്റർപ്രൈസ് റിസ്ക് മാനേജ്മെന്റ് പഠിക്കുന്നതുകൊണ്ട് തന്നെ ഒരു പോർട്ട്ഫോളിയോ റിസ്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോൺസെപ്റ്റ് ആണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ തിരിച്ച് നമ്മൾ ടോപ്പിക്കിലോട്ട് വരാം. വാല്യൂ അറ്റ് റിസ്ക്. ആക്ച്വലി എന്താണ് ഈ ടോപ്പിക് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് നമുക്ക് വിചാരിക്കാം എനിക്കിപ്പോൾ ഒരു കോടി രൂപ ഒരു കമ്പനിയിൽ പോർട്ട്ഫോളിയോയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തെന്ന് വിചാരിക്കും, ഒരു പർട്ടിക്കുലർ കമ്പനിയിൽ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ടാറ്റ മോട്ടോഴ്സ്. ഓക്കെ, സോ ടാറ്റ മോട്ടോഴ്സിൻ്റെ അകത്ത് ഞാൻ 1 കോടി രൂപ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയേണ്ടത് ആസ് എൻ ഇൻവെസ്റ്റർ, നമുക്കറിയാം ഇൻവെസ്റ്റർ പേടി എന്ന് പറഞ്ഞതായിരിക്കും നെഗറ്റീവ് സംഭവിക്കുക, അഥവാ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന് എന്ത് ചെയ്യുക, കുറവ് സംഭവിക്കുക അല്ലേ. അപ്പോൾ ആസ് എൻ ഇൻവെസ്റ്റർ എൻ്റെ പേടി എന്ന് പറയുന്നത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത 1 CRന് 1 കോടി രൂപയ്ക്ക് അതിന് വാല്യൂ എന്ത് ചെയ്യുമോ, കുറഞ്ഞു പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ വാല്യൂ അറ്റ് റിസ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു ചെറിയൊരു മാത്തമാറ്റിക്കൽ ടോപ്പിക്കാണ്. നമ്മൾ ഇതിൽ കമ്പ്യൂട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ മാക്സിമം പ്രോബബിൾ ലോസ്. ഓക്കെ, നമുക്ക് സംഭവിച്ചേക്കാവുന്ന മാക്സിമം പ്രോബബിൾ ആയിട്ടുള്ള ലോസ് എത്രയാണ്. ഓക്കെ, ഫോർ എ ഗിവൻ പീരീഡ് ഓഫ് ടൈം, ലൈക്ക് 10 ഡേയ്സ് അല്ലെങ്കിൽ 15 ഡേയ്സ് അല്ലെങ്കിൽ 1 മന്ത്. ഓക്കെ, സോ നോർമലി 10 to 15 ഡേയ്സ് ഒക്കെ. അപ്പോൾ വാട്ട് ഈസ് ദ മാക്സിമം പ്രോബബിൾ ലോസ് ഫോർ എ പീരീഡ് ഓഫ് 10 ഡേയ്സ് ഫോർ എ ഗിവൻ പീരീഡ് ഓഫ് ടൈം. ഇനി അതെങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്, ബേസ്ഡ് ഓൺ ദി പാസ്റ്റ് വോളാറ്റിലിറ്റി. ഓക്കെ, അതായത് നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെന്റിന്റെ പാസ്റ്റ് ഹിസ്റ്ററി നോക്കി, ആ ഒരു പർട്ടിക്കുലർ ഷെയറിന്റെ കഴിഞ്ഞ കുറച്ച് നാളത്തെ മൂവ്മെന്റ് ഒക്കെ നോക്കിയിട്ട് ആ ഒരു ഡീവിയേഷൻ അല്ലെങ്കിൽ ആ ഒരു ഫ്ലക്ച്വേഷനെ നമ്മൾ എന്ത് ചെയ്യുക, അനലൈസ് ചെയ്തിട്ട് ആ ഒരു വോളാറ്റിലിറ്റി നമ്മൾ എന്ത് ചെയ്യുക, അനലൈസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രെഡിക്റ്റ് ചെയ്യണം. ഓക്കെ, ഒരു സയന്റിഫിക് മെത്തേഡാണ്. ഓക്കെ, സോ കുറച്ച് മാത്തമാറ്റിക്കൽ ഇത് മെഷർമെന്റ് ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട്, മോഡൽസ് ഉപയോഗിച്ച് നമ്മൾ മെഷർ ചെയ്യാണ്. ഓക്കെ, then for a given period of time at a പർട്ടിക്കുലർ ലെവൽ ഓഫ് കോൺഫിഡൻസ്. സോ അതും കൂടി ഇതിൻ്റെ ഒരു അസംഷനാണ്. അതായത് പർട്ടിക്കുലർ ലെവൽ ഓഫ് കോൺഫിഡൻസ് എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ 99% നമ്മൾ ഈ ഒരു ഇതിന് നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ 95% നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ലോസ് സംഭവിക്കുന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു ഇത്രയും ലോസ് ഉണ്ടായേക്കാം എന്നുള്ളത് നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് പർട്ടിക്കുലർ ലെവൽ ഓഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ കുറച്ച് ടേംസുകൾ എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. എന്താണ് പറഞ്ഞത്, വാല്യൂ അറ്റ് റിസ്ക് എന്ന് വെച്ചാൽ എന്താണ്, സിമ്പിളായിട്ട് പഠിക്കാം. ഓക്കെ, അത്ര വലിയ മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വിട്ടേക്കാം. നമ്മൾ വളരെ സിമ്പിളായിട്ട് ആസ് ഒരു കോമൺ സെൻസ് അനുസരിച്ച് പഠിക്കുകയാണെങ്കിൽ ഒരു ഇൻവെസ്റ്റ് ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താണ് നമ്മളെ പേടി, നമ്മളുടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് കുറയുന്നത് അല്ലേ. അപ്പോൾ അതൊരു റിസ്ക് ആണ് അല്ലേ. ആ റിസ്കിന് നമ്മൾ എന്ത് ചെയ്യണം, മെഷർ ചെയ്യണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ, പോർട്ട്ഫോളിയോ മാനേജ്മെന്റിൽ റിസ്ക് എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്, യൂസിങ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെച്ചിട്ടാണ് അല്ലേ. അതേ കോൺസെപ്റ്റാണ് നമ്മളോട് പറയുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് ദ മാക്സിമം പ്രോബബിൾ ലോസ്. ഓക്കെ, സോ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ സംഭവിച്ചേക്കാവുന്ന പരമാവധി നഷ്ടം എത്രയായിരിക്കും. ഓക്കെ, ഫോർ എ ഗിവൻ പീരീഡ് ഓഫ് ടൈം അല്ലെ. കാരണം നഷ്ടം 1 മാസത്തേക്കുള്ളതാണോ, അല്ലെങ്കിൽ 10 ദിവസത്തേക്കുള്ളതാണോ. അപ്പോൾ ഫോർ എ ഗിവൻ പീരീഡ് ഓഫ് ടൈം. ഇനി ബേസ്ഡ് ഓൺ ദി പാസ്റ്റ് വോളാറ്റിലിറ്റി. ഓക്കെ, സോ ഇതിന് ഒരു ബേസ് വേണമല്ലോ. നമ്മൾക്ക് ഇതൊരു കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ, നമ്മളിതൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രിഡിക്റ്റ് ചെയ്യുമ്പോൾ അതിനൊരു ബേസ് വേണം അല്ലേ. സോ ദ ബേസ് എന്താണ്, ബേസ്ഡ് ഓൺ ദി പാസ്റ്റ് വോളാറ്റിലിറ്റി ആണ്. കഴിഞ്ഞ കുറച്ച് നാളത്തെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ ബേസ് ചെയ്തിട്ടാണ്. മാത്രമല്ല ഈ ഒരു ഇത് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ എത്രത്തോളം നമ്മൾ ഇതിന്റെ കോൺഫിഡന്റ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു ഇത്രയും ഡീവിയേഷൻ സംഭവിക്കുക, അല്ലെങ്കിൽ ആ ഒരു ഡാറ്റനെ നമ്മൾ എത്രത്തോളം ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഒന്നില്ലെങ്കിൽ 95% അല്ലെങ്കിൽ 99, എത്ര വേണമെങ്കിലും ആവാം. പക്ഷെ നമ്മുടെ സിലബസിലും നോർമലി SFMലും അതുപോലെ തന്നെ മറ്റ് CFL AFMലൊക്കെ ആണെങ്കിൽ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ നമുക്ക് മാക്സിമം ഒരു 95 അതുപോലെ 99 ഈ 2 നമ്പേഴ്സ് മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ, അവർ തരാറുള്ളൂ ക്വസ്റ്റ്യൻ്റെ അകത്ത്. സോ 95% കോൺഫിഡൻസ് ലെവൽ അല്ലെങ്കിൽ 99% കോൺഫിഡൻസ് ലെവൽ. ഓക്കെ, അപ്പോൾ കോൺസെപ്റ്റ് മനസ്സിലായല്ലോ. എന്താണ് വാല്യൂ അറ്റ് റിസ്ക് എന്ന് വെച്ചാൽ, ഇറ്റ് മെഷേഴ്സ് എന്താണ് മാക്സിമം പ്രോബബിൾ ലോസ് ഫോർ എ ഗിവൻ പീരീഡ് ഓഫ് ടൈം ബേസ്ഡ് ഓൺ ദി പാസ്റ്റ് വോളാറ്റിലിറ്റി ആൻഡ് അറ്റ് എ ഗിവൻ ലെവൽ ഓഫ് കോൺഫിഡൻസ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഇത്തരം പോയിന്റ്സിന് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് 4 പോയിന്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് പറഞ്ഞു മാക്സിമം
ഓക്കെ, പ്രോബബിൾ അല്ലെ, മാക്സിമം പ്രോബബിൾ ലോസ് ആണ്. രണ്ട്, മാക്സിമം പ്രോബബിൾ ലോസ് ഫോർ എ given period of time, like for example 10 days. Okay, സോ അങ്ങനെയുള്ള ഒരു മാക്സിമം ഫോർ എ ഗിവൻ പീരീഡ് ഓഫ് ടൈം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ബേസ്ഡ് ഓൺ ദ പാസ്റ്റ് വോളാറ്റിലിറ്റി. ഓക്കെ, ലൈക്ക് ദാറ്റ് മീൻസ് ഒരു ഡെയിലി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ്? സോ ഇറ്റ് മെഷേഴ്സ് ദ മാക്സിമം പ്രോബബിൾ ലോസ് ആണ് ഫോർ എ ഗിവൻ പീരീഡ് ഓഫ് ടൈം, വാർ അഥവാ വാല്യൂഡ് റിസ്ക്. ഓക്കെ, മാക്സിമം പ്രോബബിൾ ലോസ് ഫോർ എ ഗിവൻ പീരീഡ് ഓഫ് ടൈം based on the past volatility, that is daily standard deviation. Then for a given level of confidence. Okay, for a given level of confidence. Okay, like 95% അല്ലെങ്കിൽ 99% നോർമലി. ഓക്കെ, അപ്പൊ ഈ 4 കാര്യങ്ങളാണ് നമ്മൾ വാർ, ദാറ്റ് ഈസ് വാല്യൂ അറ്റ് റിസ്ക്, വാല്യൂ അറ്റ് റിസ്ക് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിന്റെ കോൺസെപ്ച്വൽ ആയിട്ടുള്ള ഇതാണ്. ദെൻ അത് മാത്തമാറ്റിക്കലി ആ മോഡലിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പൊ ഇതൊരു 100% ഈ ഒരു മെഷർമെന്റ് 100% കറക്റ്റ് ആണോ എന്ന് വെച്ചാൽ ഒരിക്കലും അല്ല, കാരണം ഇതൊരു പ്രഡിക്ഷൻ ആണ് അല്ലെ. സോ ബേസ്ഡ് ഓൺ ദി പാസ്റ്റ് വോളാറ്റിലിറ്റി നമുക്ക് സംഭവിച്ചേക്കാവുന്ന മാക്സിമം പ്രോബബിൾ ആയിട്ടുള്ള ലോസ് ആണ്. ഓക്കെ, അതും ഒരു നമ്മൾ പല അസംഷൻസും കാര്യങ്ങളും ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഒരു കുറച്ചൊക്കെ ഒരു നമുക്കൊരു സേഫ്റ്റി, ഒരു വേസ്റ്റ് സിനാരിയോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഏറ്റവും നെഗറ്റീവായിട്ട് സംഭവിച്ചാൽ എത്രത്തോളം ലോസ് നമുക്ക് ഉണ്ടായേക്കാം എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടെങ്കിൽ ആ റിസ്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെയൊക്കെ നമുക്കത് പ്രയോറിറ്റൈസ് ചെയ്യാനും അത് മാനേജ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ട് ആ ഒരു മാക്സിമം പ്രോബബിൾ ലോസ് മാത്തമാറ്റിക്കലി സയന്റിഫിക്കലി കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഒരു ടൂൾ മാത്രമാണ്. ഒരിക്കലും അത് 100% എന്താവണമെന്നില്ല, പെർഫെക്റ്റ് ആവണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ആൻസർ വരുന്നത്, നമുക്കിത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. മേ ബി ഇത് തിയററ്റിക്കലായിട്ട് ചോദിക്കാം, അതുപോലെ തന്നെ എക്സാമിന് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ നമ്മൾ 2 രീതിയിലും ഇത് അനലൈസ് ചെയ്യുന്നുണ്ട്. സോ തിയററ്റിക്കൽ പാർട്ടാണ് നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തിരുന്നത്. then അതിന്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും നമുക്ക് പഠിക്കാനുണ്ട്. കൂടാതെ എക്സാമിന് ന്യൂമറിക്കൽ പാർട്ടും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ തിയററ്റിക്കൽ അതിന്റെ കോൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ അതുകൊണ്ട് വാർ ഈസ് ഈക്വൽ ടു, അതിന്റെ ഫോർമുല എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വാർ ഈസ് ഈക്വൽ ടു ഡെയിലി ലോസ് മൾട്ടിപ്ലൈഡ് ബൈ, ഓക്കെ, ഡെയിലി ലോസ് മൾട്ടിപ്ലൈഡ് ബൈ z score. Okay, z score multiplied by square root of number of days. Okay, so daily loss multiplied by z score multiplied by square root of number of days. നമുക്ക് ഇനി ഓരോ എലമെന്റുകൾ എടുക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് ഡെയിലി ലോസ്. എന്താണ് ഈ ഡെയിലി ലോസ് എന്ന് പറഞ്ഞാൽ? ഡെയിലി ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റിൽ സംഭവിച്ചേക്കാവുന്ന, ഒരു ദിവസം സംഭവിച്ചേക്കുന്ന പരമാവധി ലോസിനെ വിളിക്കുന്ന പേരാണ് ഡെയിലി ലോസ് അല്ലെ. അപ്പോൾ ഡെയിലി ലോസ് എങ്ങനെയായിരിക്കും? നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ വാല്യൂ എത്രയാണോ, ദാറ്റ് ഈസ് വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എത്രയാണോ, ഓക്കെ, അതിനെ ഡെയിലി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. മനസ്സിലായില്ലേ? കാരണം ഒരു ദിവസത്തും എത്രയാണോ ചേഞ്ച് സംഭവിക്കാനുള്ള ചാൻസ് ഉള്ള അതിനാണ് ഡെയിലി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ആ ഡെയിലി സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ നമ്മളെ വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള ആ ഒരു എമൗണ്ടിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡെയിലി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറയുകയാണ് വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് 1 CR ആണ്, 1 കോടി രൂപയാണ് നമ്മൾ ടാറ്റ മോട്ടോഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്തത്. ദെൻ ഡെയിലി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2% ആണെങ്കിൽ ദെൻ 1 കോടി രൂപയുടെ 2% എത്രയായിരിക്കും? 2 ലക്ഷം രൂപയായിരിക്കും അല്ലെ. അപ്പോൾ ഡെയിലി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ ഈ നമ്മുടെ ഡെയിലി ലോസ് ഈസ് ഈക്വൽ ടു 1 CR മൾട്ടിപ്ലൈഡ് ബൈ 2% കംസ് ടു 2 lakh rupees ആയിരിക്കും നമ്മളുടെ എന്ത് ഡെയിലി ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ ഐറ്റം നമുക്ക് വരുന്നത് സെഡ് സ്കോർ ആണ് അല്ലെ. സെഡ് സ്കോർ ആണ്. ആക്ച്വലി സെഡ് സ്കോർ ഡിപ്പെൻഡ്സ്, ദാറ്റ് ഈസ് നമ്മൾ 4 ഫാക്ടേഴ്സ് പഠിച്ചപ്പോൾ നമ്മളിവിടെ ഈ പാസ്റ്റ് വോളാറ്റിലിറ്റി അല്ലെ, ആക്ച്വലി അതാണ് നമ്മളുടെ ഡെയിലി ലോസിൽ നമ്മൾ റിഫ്ലക്ട് ചെയ്തത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഗിവൺ ലെവൽ ഓഫ് കോൺഫിഡൻസ് ഉണ്ടല്ലോ. ഓക്കെ, സോ ഈ ഗിവൺ ലെവൽ ഓഫ് കോൺഫിഡൻസ് ഏത് 95%ഓ അല്ലെങ്കിൽ 99%ഓ അല്ലെ, ആ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ ആക്ച്വലി ഇതിൽ റിഫ്ലക്ട് ചെയ്യുന്നത്, സെഡ് സ്കോർ നമ്മൾ റിഫ്ലക്ട് ചെയ്യുന്നത്. ബിക്കോസ് അതിന് വേണ്ടിയിട്ട് സെഡ് സ്കോർ നമുക്ക് പഠിക്കാനാണ്, ബൈ ഹാർട്ട് പഠിച്ചേക്കാം. സപ്പോസ് ക്വസ്റ്റ്യൻ്റെ അകത്ത് 95% ആണ് കോൺഫിഡൻസ് ലെവൽ എങ്കിൽ then it will be
1.96 എടുക്കാം. ആക്ച്വലി നിങ്ങൾക്ക് സെഡ് സ്കോർ നോർമൽ സ്റ്റാൻഡേർഡ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഡാറ്റ ഒക്കെ അറിയാം അല്ലേ. ഇതുപോലെ നമ്മൾ ഇങ്ങനെയൊക്കെ വരച്ചിട്ട് സെൻട്രൽ ഒക്കെ ഇവിടെ 0 1 2 3 ഓക്കെ. സോ -1 -2 ഓക്കെ -3. ആക്ച്വലി നമ്മൾ 6 സിഗ്മയിലൊക്കെ നമ്മൾ പഠിച്ച അതേ കോൺസെപ്റ്റ് തന്നെ. ഓക്കെ, ഞാൻ അതിനി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓൾറെഡി നമുക്ക് ഇന്റർമീഡിയറ്റ് തൊട്ട് നമ്മൾ ക്യൂട്ടിയിലും മറ്റ് ടോപ്പിക്കിലൊക്കെ നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണല്ലോ സെഡ് സ്കോറിനെ കുറിച്ച്. അപ്പോൾ ആ ഒരു നോർമൽ സ്റ്റാൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടേബിളൊക്കെ കാര്യങ്ങളൊക്കെ വിട്ടേക്ക്. നമുക്ക് തൽക്കാലം അതിൽ എക്സാമിന് ചോദിക്കുന്ന ഒന്നില്ലെങ്കിൽ 95% കോൺഫിഡൻസ് അല്ലെങ്കിൽ 99% കോൺഫിഡൻസ് ആണ്. സോ 95-ലാണെങ്കിൽ 1.96 എന്നുള്ള വാല്യൂ പഠിച്ചിരിക്കുക. 99% കോൺഫിഡൻസ് ലെവലാണെങ്കിൽ 2.33 എന്നുള്ള വാല്യൂ നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പൊ ഇതൊന്ന് ബൈ ഹാർട്ട് പഠിച്ചേക്കാം. സോ സെഡ് സ്കോർ 95% ലെവൽ ഓഫ് കോൺഫിഡൻസ് ആണ് ക്വസ്റ്റ്യൻ തരുന്നെങ്കിൽ 1.96ഉം 99% ലെവൽ ഓഫ് കോൺഫിഡൻസ് ആണെങ്കിൽ 2.33 ആണ് നമുക്ക് എന്ത് വരുന്നത്, സെഡ് സ്കോർ വാല്യൂ വരുന്നത്. അതിനടുത്ത് അപ്പോൾ സെഡ് സ്കോർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏതാണ് വേണ്ടത്? ഇവിടെ നമ്മൾ പറഞ്ഞു ഫോർ എ ഗിവൻ പീരീഡ് ഓഫ് ടൈം അല്ലേ. ആക്ച്വലി ഗിവൻ പീരീഡ് ഓഫ് ടൈമിനെ റിഫ്ലക്ട് ചെയ്യാനാണ് നമുക്കിവിടെ സ്ക്വയർ റൂട്ട് ഓഫ് നമ്പർ ഓഫ് ഡേയ്സ് വരുന്നത്. പ്രത്യേകിച്ച് ഇനി പറയേണ്ട ആവശ്യമില്ല. ക്വസ്റ്റിൻ്റെ അകത്ത് 10 ഡേയ്സ് ആണെങ്കിൽ നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 10 വരും. ഓക്കെ. സോ അല്ലെങ്കിൽ ക്വസ്റ്റിന് 15 ഡേയ്സ് ആണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 15 എന്ന് വരും. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളുടെ വാല്യൂഡ് റിസ്കിന്റെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും അറിഞ്ഞിരുന്നത് നമുക്ക് ന്യൂമറിക്കൽ പാർട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ എക്സാമിന് രണ്ട് രീതിയിലായിരിക്കാം ക്വസ്റ്റ്യൻസ് വരുന്നത്. ഒന്ന്, ഒരു പർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെന്റ്, ഒരു ഷെയർ മാത്രം. ഫോർ എക്സാമ്പിൾ ടാറ്റ മോട്ടോഴ്സിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു പർട്ടിക്കുലർ എക്സാമ്പിൾ മാത്രം അത് വെച്ച് ചോദിക്കാം. ഇനി അതല്ലെങ്കിൽ ഒരു പോർട്ട്ഫോളിയോ, ദാറ്റ് ഈസ് ടാറ്റ മോട്ടോഴ്സ്, ഇൻഫോസിസ് പോലെ മൾട്ടിപ്പിൾ ഷെയർസിന്റെ ഒരു ഗ്രൂപ്പ് ഓഫ് സെക്യൂരിറ്റീസ് ചേർന്നിട്ടുള്ള പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റിന്റെ റിസ്ക് കാൽക്കുലേഷൻ ആണെങ്കിലും ചോദിക്കാം. സോ രണ്ടിനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ രണ്ടിന്റെയും കോൺസെപ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് ഓരോരോ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റ്മെന്റിന്റെ എങ്ങനെയാണ് വാർ കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റിൽ എങ്ങനെയാണ് വാല്യൂഡ് റിസ്ക് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ സെപ്പറേറ്റ്ലി നമ്മൾ ചെയ്യും. അപ്പോൾ ബേസിക് കോൺസെപ്റ്റ് മനസ്സിലാക്കുക. വാല്യൂഡ് റിസ്ക് ഈസ് എ റിസ്ക് മെഷർമെന്റ് ടൂളാണ്. ഏത് ടോപ്പിക്കുമായി ബന്ധപ്പെട്ട്? പോർട്ട്ഫോളിയോ മാനേജ്മെന്റിലെ. സോ ഇതെന്താണ് മെഷർ ചെയ്യുന്നത്? ഇറ്റ് മെഷേഴ്സ് ദ മാക്സിമം പ്രോബബിൾ ലോസ് ഫോർ എ ഗിവൻ പീരീഡ് ഓഫ് ടൈം ബേസ്ഡ് ഓൺ ദി പാസ്റ്റ് വൊളാറ്റിലിറ്റി ആൻഡ് അറ്റ് എ ഗിവൻ ലെവൽ ഓഫ് കോൺഫിഡൻസ്. ഓക്കെ. സോ ഈ ഒരു 4 പോയിന്റിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അതിനു വേണ്ടി വാർ ഈസ് ഈക്വൽ ടു എന്നുള്ള മാത്തമാറ്റിക്കലി എങ്ങനെ, ഡെയിലി ലോസ് മൾട്ടിപ്ലൈഡ് ബൈ സെഡ് സ്കോർ മൾട്ടിപ്ലൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് നമ്പർ ഓഫ് ഡേയ്സ്. ദെൻ വാട്ട് യു മീൻ ബൈ ഡെയിലി ലോസ്? എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിനെ ഡെയിലി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആൻഡ് എന്താണ് സെഡ് സ്കോർ? സെഡ് സ്കോർ ഫോർ എ ഗിവൻ ലെവൽ ഓഫ് കോൺഫിഡൻസ് ക്വസ്റ്റ്യനിനകത്ത് 95% ആണെങ്കിൽ സെഡ് സ്കോർ വിൽ ബി 1.96. If it is 99% ആണെങ്കിൽ it will be 2.33. And last one comes to square root of number of days. If it is 10 days ആണെങ്കിൽ square root of 10, 15 ആണെങ്കിൽ square root of 15 എടുക്കാം. ഓക്കെ. സോ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആണ്. അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇതുകളൊന്നും ഇല്ല. ജസ്റ്റ് ആ ഒരു സെഡ് സ്കോറിന്റെ നമ്പേഴ്സ് മാത്രം എന്ത് ചെയ്യാമെന്ന് അറിഞ്ഞിരിക്കും. ഓക്കെ. സോ നമുക്ക് അടുത്ത അതിന്റെ ന്യൂമറിക്കൽ പാർട്ടിലോട്ട് പോവാം.